ഹലോ ഗൈസ്, കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള ശംഖുമുഖത്ത് പോകുന്ന ഒരു ഔട്ടിംഗ് വ്ലോഗാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. പിന്നെ ശംഖുമുഖത്തുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും അറിയാത്തത് കൊണ്ടും പോകുന്ന വഴി ലഞ്ച് ടൈം ആയതുകൊണ്ടും നമ്മൾ ലുലു മോളിന്റെ അടുത്തുള്ള കേരള ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ബ്ലോഗേഴ്സിന്റെ പല റിവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിലും ഹൈപ്പാണോ അതോ നോർമലായിട്ട് പറയുന്നതാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് തൽക്കാലം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മുകളിലോട്ട് തന്നെ പോയി. അപ്പോൾ ഉച്ചക്കത്തെ ഐറ്റംസ് എന്താന്ന് വെച്ചാൽ ചട്ടിച്ചോറുണ്ട്, പിന്നെ നോർമലായിട്ടുള്ള ഊണുണ്ട്, പിന്നെ ബിരിയാണി. ഇതൊക്കെയാണ് അവർ പറഞ്ഞ ഐറ്റംസ്. അപ്പം നമ്മൾ മൂന്നും ഓർഡർ ചെയ്തു. ചേട്ടച്ചൻ വന്നിട്ട് സദ്യ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. പിന്നെ കിച്ചൂസിനും ക്രിസിനും വേണ്ടിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഞണ്ട്, കൊഞ്ച്, പിന്നെ ബീഫ്, ചിക്കൻ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. പിന്നെ അത് ഈ കാണുന്ന കറികളൊക്കെ നമുക്ക് സദ്യയുടെ കൂടെയും ചട്ടിച്ചോറിൻ്റെ കൂടെയും തരുന്നതാണ്. പായസം ഒഴികെ. പായസം സദ്യക്ക് മാത്രമുള്ളതാണ് കേട്ടോ. 2 ചട്ടിച്ചോറിനും സദ്യക്കും ഒരു ബിരിയാണിക്കും ചേർത്തിട്ട് 820 രൂപ എന്തോ ആണ് ആയത്. ചോറും കറികളും ഒക്കെ സ്നേഹത്തോടെ വിളമ്പിത്തരാൻ ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. അങ്ങനെ വയറിലേക്ക് കുറച്ച് ഫുഡും വണ്ടിയിലേക്ക് കുറച്ച് കുട്ടികളെയും കുത്തിത്തിരികിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടരുകയാണ്. ശംഖുമുഖം എത്തിയിട്ടുണ്ട്. ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഉദയ് സ്വീറ്റ്സ് വരുന്നത്. അത്യാവശ്യം പ്രീമിയം സൗകര്യങ്ങളോടുകൂടി തന്നെയുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലാണിത്. വൺ നൈറ്റ് സ്റ്റേക്ക് 7500 രൂപ വരുന്ന ഒരു ഡിലക്സ് റൂമാണ് നമ്മൾ എടുത്തത്. അതിലവർ ഒരു കിങ് സൈസ് ബെഡ് ഓൾറെഡി ഉണ്ട്, പിന്നെ അതിനകത്തേക്ക് 2 എക്സ്ട്രാ ബെഡും കൂടെ ആഡ് ചെയ്തു. ഈ ഒരു റേറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ബാക്കി അല്ലാതെ എന്ത് സാധനങ്ങൾ കഴിച്ചാലും ഓർഡർ ചെയ്താലും ഒക്കെ പേയ്മെന്റ് കൊടുക്കണം. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഒരു കാടിന്റെ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരുപാട് ചെടികളും നല്ല പച്ചപ്പും ഉണ്ട്. പിന്നെ കിളികളുടെ കളകളനാദമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ചെല്ലുന്ന വഴിക്ക് തന്നെ ഒരു ലവ് ബേർഡ്സിന്റെ കിളിക്കൂടൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഫെസിലിറ്റീസ് ഒക്കെ എന്താന്ന് വെച്ചാൽ ഇവിടെ ആയുർവേദ മസാജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പാ, പിന്നെന്താ ഹെൽത്ത് ക്ലബ് ഉണ്ട്. ഇതിൽ ഹെൽത്ത് ക്ലബ്ബ് നമുക്ക് അതിനകത്തുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ്. അതല്ലാണ്ട് ഈ ആയുർവേദിക് മസാജിനൊക്കെ പോയാൽ ഒരാൾക്ക് 2000 രൂപയാണ് ചാർജ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇവിടുന്ന് ജനലൊക്കെ തുറന്നു നോക്കിയാൽ പൂളൊക്കെ കാണാം. അപ്പം പൂളിൽ പോകണമെന്നും പറഞ്ഞിട്ടുള്ള നിലവിളിയാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 2:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നട്ടപ്പുറ വെയിലായതുകൊണ്ട് എങ്ങനെയും പിടിച്ച് നിർത്തുവാണ് ഈ കുട്ടികളെ. ഒരു 4 മണിയാകുമ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആയുർവേദ മസാജിന് ചേട്ടനും നാത്തൂൻസിനും പോകണം എന്നുണ്ട്. അപ്പോൾ അവർ പോയിട്ട് വന്നിട്ട് പോകണോ അതോ പൂളിൽ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരുമാൻ പോകണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേട്ടനും നാത്തൂൻസും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് മസാജിന് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു 3:30 വരെ പിള്ളേരെ പിടിച്ചിരുത്തി. അതിനുശേഷം പിന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പൂളിൽ ചാടാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ ഒരു 4 ഫീറ്റ് ഡെപ്ത് വരുന്ന ഒരു വലിയ പൂളും പിന്നെ അതായത് കുഞ്ഞു കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയ കുഞ്ഞു പൂളും ഉണ്ട്. അപ്പുടിനൊക്കെ പറ്റിയൊരു പൂളാണ്. അപ്പോൾ ആദ്യം എല്ലാവരും ഈ കിഡ്സ് പൂളിലോട്ടാണ് ചാടിയത്. അപ്പം നീന്താനൊന്നും പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ എല്ലാവരും കൂടെ അപ്പുറത്തേക്ക് ചാടി. കിച്ചൂസ് എന്തായാലും ഈ ഒരു സമ്മർ വെക്കേഷന് സ്വിമ്മിങ് ക്ലാസ്സിന് പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്വിം ചെയ്യുന്നുണ്ട്. എന്നാലും മൊത്തത്തിൽ അങ്ങോട്ട് പഠിച്ചിട്ടില്ല. ബാക്കി ക്ലാസ്സസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടം ഉണ്ട്. അപ്പോൾ പണ്ടേ ഈ വെള്ളത്തിലിറങ്ങാനായിട്ടാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. എവിടെ പോയാലും ആദ്യം ചോദിക്കുന്നത് വെള്ളമുണ്ടോ, പൂളുണ്ടോ എന്നാണ്. മസാജൊക്കെ കഴിഞ്ഞ് നാത്തൂൻസും ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് അപ്പടും അമ്മയുടെ അടുത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മിസ്റ്റർ പോഞ്ഞിക്കരി ഒന്ന് കണ്ടാലോ. ഡൈവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. നാത്തൂൻസിനെ നോക്കി യശോദേ എന്നൊരു വിളിയും വിളിച്ച് ഇതേ ഒരൊറ്റ ചാട്ടമാണ്. കുഞ്ഞു നല്ല കൂട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ട് കുളത്തിലും കായലിലും കടലിലും ഒക്കെ ചാടി സ്വന്തമായിട്ട് നീന്തൽ പഠിച്ചെടുത്തിട്ട് നീന്തൽ വിദ്വാനാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു അസൂയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കുഞ്ഞുനാളിൽ വാലയെ പിടിച്ച് പോകുമായിരുന്നെങ്കിലും ഈ കാര്യങ്ങൾക്കൊന്നും നമ്മളെ കൂട്ടത്തില്ലായിരുന്നു. പെൺകുട്ടിയല്ലേ, അപ്പോൾ എല്ലായിടം ഒന്നും കൊണ്ടുപോകില്ലല്ലോ. പണ്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ടാങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിൻ്റെ ഹോളൊക്കെ വെള്ളം പുറത്തു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ തുണികളൊക്കെ കുത്തിത്തിരികി അടച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി കണക്ക് വെക്കേഷൻ ആകുമ്പോഴത്തേനും അതിലിറങ്ങിയിട്ട് കളിക്കുമായിരുന്നു. അപ്പം കുരുത്തക്കേടാണല്ലോ. ഞാനിങ്ങനെ എന്തോ ഒരു കാര്യത്തിന് പുള്ളി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാലിങ്ങനെ അങ്ങോട്ട് തള്ളിക്കൊടുത്തു. അപ്പോൾ പുള്ളി ചെന്നിങ്ങനെ വീണു. ആ ഒരു റിവെഞ്ച് തീർക്കാനായിട്ട് എന്നെ ഒരു കുറച്ച് നേരം വെള്ളത്തിൻ്റെ ഇടയിൽ മുക്കി വെച്ച്, ഞാൻ എല്ലാ ലോകവും കാണുമെന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് മമ്മി മമ്മി എന്ന് വിളിക്കുന്നതും ബബിൾസ് ഇങ്ങനെ എൻ്റെ വായിക്കൂടെ ഇങ്ങനെ മേലോട്ട് പോകുന്നതും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 2 സെക്കൻഡോട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചത്തുപോയാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ സർക്കസ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിട്ടോ. ചേട്ടൻ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നത് മാത്രം കണ്ട് പോയത് എവിടേക്കാണെന്നറിയില്ല. ആ രീതിയിലുള്ള അറ്റാക്കായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ഓർഡർ ചെയ്താലും അവർ സ്നേഹത്തോടെ ഇങ്ങനെ കൊണ്ടുവന്ന് വിളമ്പും കേട്ടോ. പക്ഷേ സൂക്ഷിക്കുക, ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ചായ, പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കുറച്ച് നമ്മുടെ ചപ്പാത്തി, എഗ് ബുർജി, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഇതേ അപ്പടും ഇങ്ങനെ മുക്കി കഴിക്കുന്ന സോസ്, അതാണ് ബിയർ. അപ്പോൾ ഇതിനൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് 3500 രൂപ എന്തോ ആയിട്ടുണ്ട്. കൊള്ളാം. അപ്പടും വിചാരിക്കണത് അതെന്തോ സോസ് ആണെന്നാണ്. അതിനകത്ത് മുക്കിയിട്ട് അവൻ്റെ വായിലോട്ടല്ല വെക്കുന്നത്, കിച്ചൂസിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എന്തായാലും തീറ്റ കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കിച്ചൂസ് ഭയങ്കര ടയർഡായി. എനിക്കത് ഭയങ്കര അതിശയം തോന്നി. കാരണം അങ്ങനെ അവൾ മാറി നിൽക്കുന്നതല്ല, എനിക്ക് തോന്നുന്നു വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട്. ക്യാമറമാനായ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ക്രിസ് ഇങ്ങനെ താഴെ കൂടെ വെള്ളത്തിൽ കൂടെ നീന്തി വരുന്നതും പിന്നെ മുകളിൽ എത്തുന്നതും അവൻ്റെതായ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തന്നെ എന്നെ ഇങ്ങനെ മാറി മാറി വീഡിയോസ് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കുളിപ്പിക്കാനായിട്ട് ഇവിടെ ആനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനും കിച്ചൂസും അപ്പടും റൂമിൽ നിൽക്കുവാണ്. ഇപ്പം അപ്പടും ഉറക്കമായി. കിച്ചൂസിനോട് ഞാനൊന്ന് ഉറങ്ങാൻ പറഞ്ഞ് കിടത്തിയിട്ടുണ്ട്. ഉറങ്ങുന്നൊന്നുമില്ല. കിടന്നിട്ട് ഉറക്കമൊന്നും വരാത്തതുകൊണ്ട് കിച്ചൂസ് തന്നെ താഴെയുള്ള ഹെൽത്ത് ക്ലബ്ബിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നതാണ്. അവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസും പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം 3 പേർക്കും താഴത്തെ കസരത്ത് പോരാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വന്നു കിടന്ന് ഭയങ്കരമായ വർക്കൗട്ടായിരുന്നു. അപ്പോൾ ഡിന്നർ ടൈമായി. ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയതല്ലേ ദൈവമേ, ഫോൺ അടിച്ചു പോകാറായോ ഉണ്ട്. പിന്നെ വൈകിട്ടത്തെ സ്നാക്സ് തീറ്റയിൽ തന്നെ ഒരു 3500 രൂപ പൊടിഞ്ഞതുകൊണ്ട് ഡിന്നറിന് അത്രയും കളയാനില്ലാത്തത് കൊണ്ടും നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് നമ്മൾ മറ്റൊരു സിനിമ ഉണ്ടല്ലോ, എന്തായിരുന്നു പഴയ നമ്മുടെ കുട്ടിച്ചാത്തൻ്റെ ഒരു സിനിമ, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി. ഇതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാമല്ലോ, നമുക്കും ഇഷ്ടപ്പെടും. നമ്മുടെയൊക്കെ അന്നത്തെ പഴയ സിനിമയാണല്ലോ, കുട്ടികൾക്കും ചിലപ്പോൾ ഇഷ്ടമാവും എന്നൊക്കെ കരുതിയിട്ടാണ്. പകുതിയൊക്കെ കണ്ടു. പിന്നെ ആകെ ബഹളം അലമ്പായപ്പോഴത്തേക്കും TV ഓഫ് ചെയ്തിട്ട് കിടന്നങ്ങടെ ഉറങ്ങി.
അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. രാവിലത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബുഫേ ആണ്. അപ്പോൾ കൂടുതലും ഇന്ത്യൻ ഡിഷസ് ഒക്കെ തന്നെയാണ്. ഗീ റോസ്റ്റ് ഒക്കെ പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പോയി ഇരുന്നോളാൻ പറയും ടേബിളിൽ. കാരണം അവർ കൊണ്ടുതരും, ചൂടോടെ തന്നെ ചെയ്ത് അപ്പോഴപ്പോഴും കൊണ്ടുതരും. ചായ ആണെങ്കിൽ കാപ്പി ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ ടേബിളിൽ എത്തിക്കും. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ലൊരു ഭയങ്കര ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ദിവസത്തെ ലക്ഷറിയൊക്കെ കഴിഞ്ഞിട്ട് കുബേരൻ സിനിമയിൽ ദിലീപ് തിരിച്ചു പോകുന്നത് പോലെ കുട്ടികളും വട്ടികളൊക്കെ ആയിട്ട് ചേട്ടന്റെ സ്വന്തം സ്വർഗരാജ്യത്തേക്ക് മടങ്ങുകയാണ് ഗൈസ്. എന്നതായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും